നൊയമ്പുകാലം 1-ാം വാരം ബുധൻ. തിരുവചനം: യോന നീനിവേക്കാർക്ക് ഒരു അടയാളം ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ഒരു അടയാളം ആയിരിക്കും. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 30-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അത്ഭുതകരമായൊരു മാനസാന്തരത്തിൻ്റെ കഥയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നീനിവേ അസീറിയയുടെ തലസ്ഥാനമായിരുന്നു. സമ്പത്തും അഹങ്കാരവും ഒപ്പം എല്ലാ തിന്മയും ഭരണം നടത്തുന്ന ഒരു പട്ടണമായിരുന്നു നീനിവേ. നീനിവയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രസംഗിക്കുവാനാണ് കർത്താവ് യോനയോട് ആവശ്യപ്പെട്ടത്. ഇസ്രായേൽ ജനതയെ ആക്രമിക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന നീനിവേ നശിക്കണം എന്നാണ് യോന ആഗ്രഹിച്ചിരുന്നത്. അതിനാൽ യോനയ്ക്ക് സന്തോഷത്തോടു കൂടി വചനം പ്രസംഗിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും അവസാനം കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് യോന പ്രസംഗിക്കുകയാണ്. 40 ദിവസം കഴിയുമ്പോൾ നീനിവേ നശിപ്പിക്കപ്പെടും. കർത്താവിൻ്റെ കാരുണ്യം ഒരു ജനസമൂഹത്തിൻ്റെ മേൽ ഒഴുകി വരുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. നീനിവേക്കാർ യോനയുടെ വചനത്തിൽ വിശ്വസിച്ചു. രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ എല്ലാവരും ഉപവസിക്കുകയും ചാക്കുവസ്ത്രം ധരിക്കുകയും മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരിയാണ് കർത്താവിന് നമ്മൾ ഓരോരുത്തരോടുമുള്ള സ്നേഹവും കരുണയും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ നിർത്തപ്പെട്ടപ്പോൾ അത് അവൾക്ക് ഒരു അനുഗ്രഹമായി മാറി. അവളുടെ ജീവിതം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. നാം ആരംഭിച്ചിരിക്കുന്ന ഈ നൊയമ്പ് കാലവും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.